നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിൽ തുലാം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ, ചിത്തിര മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ മാസഫലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ മേടം മുതൽ കന്നി വരെയുള്ള കൂറുകാരുടെ ഫലം പറഞ്ഞിരുന്നു. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, കുജൻ. കുജൻ ഓഗസ്റ്റ് 26-ന് മിഥുനത്തിലേക്ക് സഞ്ചരിക്കും. കർക്കിടകത്തിൽ രവി. ഓഗസ്റ്റ് 16-ന് രവി ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കും. ചിങ്ങത്തിൽ ശുക്രൻ, ബുധൻ. ബുധൻ ഓഗസ്റ്റ് 22-ന് കർക്കിടകത്തിലേക്ക് രാശി മാറും. ശുക്രൻ ഓഗസ്റ്റ് 25-ന് കന്നിയിലേക്ക് രാശി മാറും. കന്നിയിൽ കേതു, മീനത്തിൽ സർപ്പൻ. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കണം. ആദ്യമായി നമുക്ക് തുലാം രാശിയെപ്പറ്റി പറയാം. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ഇവരുടെ ആരോഗ്യത്തെപ്പറ്റി ആദ്യമായി സംസാരിക്കാം. ജന്മരാശ്യാധിപനായ ശുക്രൻ ഇപ്പോൾ 11ാം ഭാവമായി ചിങ്ങത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യം നല്ലതായിരിക്കും. 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അഷ്ടമത്തിൽ കുജൻ നിൽക്കുന്നു. അഷ്ടമത്തിലെ കുജനെ സൂക്ഷിക്കണം. വർക്ക്ഷോപ്പുകളിൽ പണിയെടുക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ശരീരത്തിൽ മുറിവുകൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും വാഹനം സൂക്ഷിച്ചോടിക്കണം. പൊതുവെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസത്തെ പറ്റി പറയാം. 5ാം ഭാവാധിപൻ 5-ൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ൽ രാഹു നിൽക്കുന്നു. ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. ഗുരുവും കുജനും 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് കുട്ടികൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ശുക്രനും ബുധനും 5-ലേക്ക് വീക്ഷിക്കുന്നു. ഇതെല്ലാം കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാനുള്ള അവസരമാണ്. കർമ്മഭാവത്തെപ്പറ്റി സംസാരിക്കാം. രവി 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 11ാം ഭാവത്തിൽ ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. രവി ഓഗസ്റ്റ് 16-ന് ശേഷം 11ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. 12-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി. 10-ൽ നിൽക്കുന്ന രവി ഗവൺമെൻറ്റിൽ ജോലിയുള്ളവർക്ക് ഉയർന്ന പദവികൾ നൽകും. പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടാതിരുന്ന പണം തിരിച്ചു കിട്ടും. 11-ലെ ശുക്രനും ബുധനും ഗുരുവിൻ്റെ 12-ലെ ദൃഷ്ടി ഇവ വിദേശത്ത് ജോലി കിട്ടാനുള്ളവർക്ക് നല്ല സാധ്യതകളാണ്. ബിസിനസ്സുകാർക്കും വലിയ കുഴപ്പമില്ല. പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പുതിയ ബിസിനസ്സുകൾ നടത്തുന്ന ബിസിനസ്സുകാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, പണം നഷ്ടപ്പെടാതെ. ഇനി ദാമ്പത്യം. 7ാം ഭാവാധിപനായ കുജൻ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ാം ഭാവാധിപനായ ശനി 5-ൽ നിൽക്കുന്നു. ശുക്രൻ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. അവസാന വാരം രവി ശനിയെ വീക്ഷിക്കുന്നുണ്ട്. ദാമ്പത്യ ബന്ധം അത്ര സുഖകരമല്ല. കലഹം കൂടാതിരിക്കാൻ ശ്രമിക്കുക. മാസത്തിൻ്റെ അവസാനം അത്ര വലിയ പ്രശ്നമില്ല. വിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് ശകലം കാലതാമസം ഉണ്ടാകും. ഇവരുടെ ധനസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? 2ാം ഭാവാധിപനായ കുജൻ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓഗസ്റ്റ് 25-ന് ശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കും. 11ാം ഭാവത്തിൽ ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 16-ന് ശേഷം രവിയും 11-ൽ വരും. ഇതെല്ലാം പലതരത്തിലുള്ള സാമ്പത്തിക വർധനവിനെയാണ് കാണിക്കുന്നത്. ഗുരു 12-ൽ ദൃഷ്ടി ചെയ്യുന്നു. ചിലവുകൾ ശ്രദ്ധിക്കണം. പൊതുവെ സാമ്പത്തികം മെച്ചമായിരിക്കും. അങ്ങനെ 2024 ഓഗസ്റ്റ് മാസത്തിൽ തുലാം രാശിക്കാർക്ക് നല്ല അനുഭവങ്ങളാണുള്ളത്. ദോഷശാന്തിക്കായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും നടത്തണം. ഇനി വൃശ്ചിക കൂറുകാരെ പറ്റി പറയാം. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചിക കൂറ്. അവരുടെ ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കാം. ജന്മരാശ്യാധിപനായ കുജൻ 7ാം ഭാവത്തിൽ ഗുരുമംഗളയോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ഓഗസ്റ്റ് 25-ന് ശേഷം കുജൻ 8ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. ആ സമയത്ത് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധ വേണം. ശരീരത്തിൽ ചതവ്, പൊള്ളൽ എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടകശനിയുടെ സമയം കൂടിയാണെന്ന് ഓർക്കണം. വലിയ അസുഖങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല. ഇനി വിദ്യാഭ്യാസം. 5ാം ഭാവാധിപനായ ഗുരു 7ാം ഭാവത്തിലാണ് സ്ഥിതി. രാജയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിൽ അമിതമായ ആവേശം ഉണ്ടാകും. കുട്ടികൾക്ക് അത് ഗുരു നൽകും. ശുക്രനും ബുധനും 10ാം ഭാവത്തിൽ യോഗം ചെയ്തു നിൽക്കുന്നു. ഇതെല്ലാം പഠനത്തിന് ഗുണം ചെയ്യും. ഓഗസ്റ്റ് 22-ന് ശേഷം ബുധൻ 9ാം ഭാവത്തിലേക്ക് രാശി മാറും.
ബുധൻ്റെ വക്രാവസ്ഥ ദോഷമൊന്നും ചെയ്യുകയില്ല. പൊതുവെ വിദ്യാഭ്യാസം നല്ലതായിരിക്കും. കുട്ടികൾക്ക് നല്ല വിദ്യാവിജയം ഉണ്ടാകും. ഇനി കർമ്മരംഗം. 10ാം ഭാവമായി ചിങ്ങത്തിൽ ശുക്രനും ബുധനും യോഗം ചെയ്ത് നിൽക്കുകയാണ്. ഓഗസ്റ്റ് 16 ശേഷം രവി കൂടി യോഗം ചെയ്യും. ഇപ്പോൾ രവി 9ലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ലേക്ക് സഞ്ചരിക്കാൻ പോകുന്ന രവി ഉദ്യോഗസ്ഥർക്ക് അധികാര സ്ഥാനങ്ങൾ നൽകും. ആരോഗ്യവും ധനവർദ്ധനവും ഉണ്ടാകും. ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉയർന്ന ജോലി ലഭിക്കും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കും. ബിസിനസ്സുകാർക്കും കുഴപ്പമില്ല. 7ാം ഭാവാധിപനായ ശുക്രൻ 10ൽ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. ബുധന് വക്രാവസ്ഥ ആയതുകൊണ്ട് അമിതമായ ലാഭം ബിസിനസ്സുകാർ പ്രതീക്ഷിക്കേണ്ട. ദാമ്പത്യത്തെക്കുറിച്ച് പറയാം. 7ാം ഭാവാധിപനായ ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പങ്കാളിക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. വിവാഹം കഴിക്കാൻ ആലോചനയുള്ളവർക്ക് ജോലി സ്ഥലത്ത് നിന്ന് തന്നെ ആലോചന വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ സമയമാണ്. ശനിയെ ശുക്രൻ, ബുധൻ എന്നിവർ ദൃഷ്ടി ചെയ്യുന്നു. അത് കുടുംബത്തിന് നല്ല സന്തോഷം കൊടുക്കും. ഇനി ധനസ്ഥിതി നോക്കാം. 2ാം ഭാവാധിപൻ 7ൽ ഗുരുമംഗള യോഗം ചെയ്തു നിൽക്കുന്നു. 10ാം ഭാവത്തിൽ ശുക്രനും ബുധനും യോഗം ചെയ്തു നിൽക്കുന്നു. 11ാം ഭാവത്തിലേക്ക് ഗുരു വീക്ഷിക്കുന്നു. അവസാന വാരം കുജൻ 11ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. ഇവയെല്ലാം ധനവർദ്ധനവിനെയാണ് കാണിക്കുന്നത്. പൊതുവെ ഓഗസ്റ്റ് മാസം വൃശ്ചികക്കൂറുകാർക്ക് വലിയ പ്രയാസമില്ലാതെ കടന്നു പോകാം. ദോഷശാന്തിക്കായി അയ്യപ്പന് ശനിയാഴ്ച തോറും നീരാഞ്ജനം ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ചെയ്യുക. ഇനി ധനുരാശിയെക്കുറിച്ച് സംസാരിക്കാം. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. അവരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാം. ജന്മരാശ്യാധിപനായ ഗുരു 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. ഓഗസ്റ്റ് 16 വരെ രവി 8ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. രാശ്യാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. രാഹു ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാക്കും. വലിയ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ശരീരവേദന, വയറുവേദന എന്നിവ വരാൻ സാധ്യത കാണുന്നു. ഡ്രൈവിംഗ് സൂക്ഷിക്കണം. ഇനി വിദ്യാഭ്യാസം. 5ാം ഭാവാധിപൻ കുജൻ 6ൽ ഗുരുമംഗള യോഗം ചെയ്താണ് നിൽക്കുന്നത്. 6ലെ രാജയോഗം കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കിട്ടാൻ സഹായിക്കും. ഭാഗ്യാധിപനായ രവി അഷ്ടമത്തിലാണ്. ഓഗസ്റ്റ് 16 ശേഷം 9ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അതിനുശേഷം കുട്ടികൾക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബുധശുക്രന്മാർ ആദ്യ പകുതിയിൽ 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് കുട്ടികൾക്ക് ഗുണം ചെയ്യും. 2ാം പകുതിയിൽ രവിയും നല്ല ഫലങ്ങൾ കൊടുക്കും. ബുധൻ ഓഗസ്റ്റ് 22 ശേഷം അഷ്ടമത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരും. ഉന്നത പഠനത്തിന് തടസ്സം വരികയില്ല. ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം. 10ാം ഭാവാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് ശുക്രനോട് യോഗം ചെയ്തു നിൽക്കുന്നു. ഭാവാധിപൻ വക്രത്തിലാണ്. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കിട്ടാൻ പ്രയാസമാണ്. ഭാഗ്യാധിപൻ രവി അഷ്ടമത്തിലാണ്. ഓഗസ്റ്റ് 16 ശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറും. അപ്പോൾ കാര്യങ്ങൾ നേരെയാകും. ഗുരു കർമ്മഭാവത്തിലേക്ക് വീക്ഷിക്കുന്നു. ആദ്യത്തെ 2 വാരം ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. കുജൻ്റെയും ഗുരുവിൻ്റെയും 12ലേക്കുള്ള വീക്ഷണം ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ്. ഇനി ദാമ്പത്യം. 7ാം ഭാവാധിപൻ 9ലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധൻ വക്രാവസ്ഥയിലാണ്. ഓഗസ്റ്റ് 22 ശേഷം അഷ്ടമത്തിലേക്ക് വരുന്നു. ഫലങ്ങൾ അത്ര ഗുണകരമല്ല. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖം വരാം. അവസാന വാരം 5ാം ഭാവാധിപൻ 7ൽ വരുമ്പോൾ പ്രണയിക്കുന്നവരുടെ വിവാഹം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി ധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2ാം ഭാവാധിപനായ ശനി 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി വക്രാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന വരുമാനം ഉടനെ ഉണ്ടാകത്തില്ല. 11ാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ധനകാരകനായ ഗുരു 12ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് വലിയ ധനം ഉടനെ പ്രതീക്ഷിക്കേണ്ട. ഭാഗ്യാധിപനായ രവി ആദ്യ പകുതിയിൽ അഷ്ടമത്തിലാണ് സ്ഥിതി. ഓഗസ്റ്റ് 16 ശേഷം ഭാഗ്യഭാവത്തേക്ക് രാശി മാറും. അപ്പോൾ വരുമാനം കൂടും. 12ാം ഭാവത്തിലേക്കുള്ള ഗുരു, ശനി, കുജൻ എന്നിവരുടെ ദൃഷ്ടി വരുമാനം ഉണ്ടായാലും ചിലവ് കൂട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഓഗസ്റ്റ് മാസം ധനുക്കൂറുകാർക്ക് മധ്യമ ഫലമാണ് നൽകുന്നത്. ദോഷശമനത്തിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തണം. ഇനി മകരക്കൂറ്.
ഉത്രേടം മുക്കാൽ, തിരുവോണം, അവിട്ടം വര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ജന്മരാശ്യാധിപനായ ശനി 2ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാരീരികമായി പൊതുവെ ഒരു അസ്വസ്ഥതയുണ്ടാകും. ശരീരവേദന, കുടൽ സംബന്ധമായ അസുഖം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാതരോഗമുള്ളവർ സൂക്ഷിക്കണം, അത് കൂടാൻ സാധ്യതയുണ്ട്. കുജൻ 8ൽ ദൃഷ്ടി ചെയ്യുന്നു. അതുകൊണ്ട് ഡ്രൈവിങ്ങും യാത്രയുമെല്ലാം വളരെ സൂക്ഷിക്കണം. അല്ലാതെ വലിയ അസുഖങ്ങളൊന്നും കാണുന്നില്ല. ഈ വിദ്യാഭ്യാസം കുട്ടികളുടെ 5ാം ഭാവത്തിൽ കുജൻ, ഗുരു എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. 8ാം ഭാവത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു. ബുധൻ വക്രാവസ്ഥയിലാണെങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യുകയില്ല. മാസാവസാനം ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ഓഗസ്റ്റ് 22-ന് ബുധൻ കർക്കടകത്തിലേക്ക് രാശി മാറും. ഗുരു ജന്മത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയാൽ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല വിജയമുണ്ടാകും. ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം. കർമ്മഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. ബുധൻ വക്രാവസ്ഥയിലാണല്ലോ. തൊഴിൽ സ്ഥലത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരും. തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കം, കേസ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കുജൻ മാസത്തിൻ്റെ ആദ്യവാരം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. കലഹങ്ങൾ ഉണ്ടാകാം. അവസാന വാരം ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. ഓഗസ്റ്റ് 16-ന് ശേഷം അഷ്ടമാധിപൻ അഷ്ടമത്തിൽ വരുന്നു. അത് കുറച്ച് ആശ്വാസം നൽകും. ബിസിനസ്സുകാർക്ക് അത്ര നല്ല സമയമല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പരാജയമാണ് കാണുന്നത്. ഗുരുവിൻ്റെ ജന്മത്തിലേക്കുള്ള ദൃഷ്ടി എല്ലാം പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാകും. ഇനി ദാമ്പത്യം. 7ാം ഭാവത്തിൽ രവി സ്ഥിതി ചെയ്യുന്നു. ഓഗസ്റ്റ് 16-ന് ശേഷം രവി അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കും. രണ്ടും അത്ര ഗുണകരമല്ല. ദമ്പതികൾ തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അഷ്ടമത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. 5ാം ഭാവത്തിൽ കുജനും ഗുരുവും യോഗം ചെയ്യുന്നുണ്ട്. ഈ യോഗം കൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടും. പ്രണയിക്കുന്നവർക്കും നല്ല സമയമല്ല. അവസാന വാരത്തിൽ ശുക്രൻ രവിയും യോഗം ചെയ്യും. അത് പ്രശ്നമാണ്, സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ട് പോവുക, എങ്കിൽ യാതൊരു കുഴപ്പവും വരത്തില്ല. ഇനി ധനമൊക്കെ എങ്ങനെ കൈ വരുമെന്ന് നോക്കാം. 2ാം ഭാവാധിപനായ ശനി വക്രാവസ്ഥയിലാണ്. ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 11ാം ഭാവാധിപനായ കുജൻ 5ാം ഭാവത്തിൽ ഗുരുമംഗള യോഗം ചെയ്തു നിൽക്കുന്നു. 11ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി. ഇവയെല്ലാം ധനവരവിനെ സൂക്ഷിക്കുന്നു. പക്ഷേ അഷ്ടമത്തിലെ ബുധ-ശുക്ര ബന്ധം ചിലവുകളെ സൂചിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16-ന് ശേഷം രവി അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നു. രവി 2ാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നു. ഇവയെല്ലാം ചിലവുകളെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപ്പായസം നടത്തുക. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനവും നടത്തും. ഇനി കുംഭക്കൂറിനെ പറ്റി സംസാരിക്കാം. ഔട്ടമര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. അവരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാം. ജന്മരാശ്യാധിപനായ ശനി ജന്മത്തിൽ തന്നെ നിൽക്കുന്നു. പൊതുവെ ശരീരക്ഷീണവും ആരോഗ്യക്കുറവും തോന്നുന്ന സമയമാണ്. ഓഗസ്റ്റ് 15 വരെ രവി 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ലെ രവി രോഗമുള്ളവർക്ക് രോഗശമനത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് 15-ന് ശേഷം രവി 7ലേക്ക് സഞ്ചരിക്കുമ്പോൾ ചെറിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നു. ഉദരരോഗം ഉണ്ടാകാനാണ് സാധ്യത. ഗുരു 8ലും 12ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 26-ന് ശേഷം കുജൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നു. യാത്രകളും ഡ്രൈവിങ്ങും സൂക്ഷിക്കുക. വലിയ അസുഖങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല. ഇനി വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാം. 5ാം ഭാവാധിപൻ ബുധൻ ശുക്രനോട് യോഗം ചെയ്ത് 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4ാം ഭാവത്തിലെ കുജഗുരു യോഗം 7ൽ നിന്ന് ബുധനും ശുക്രനും ജന്മത്തിലേക്ക് വീക്ഷിക്കുന്നു. ഇവയെല്ലാം അനുകൂല ഫലങ്ങളാണ് തരുന്നത്. 6ലെ രവി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വൻ വിജയങ്ങൾ നേടാൻ സഹായിക്കുന്നു. ബുദ്ധിപരമായി കുട്ടികൾ പഠനം കൈകാര്യം ചെയ്താൽ വൻ വിജയം ലഭിക്കുന്ന സമയമാണ്. ഗവൺമെൻറ്റിൽ ടെസ്റ്റുകൾ എഴുതിയ കുട്ടികൾക്ക് അതിൽ വിജയം വരിക്കാൻ നല്ല സമയമാണ്. പിന്നെ കർമ്മഭാവത്തിലേക്ക് കടക്കാം. കർമ്മഭാവാധിപനായ ഗുരു മംഗള യോഗം ചെയ്ത് 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗുരു, കുജൻ എന്നീ ഗ്രഹങ്ങൾ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 6ലെ രവി ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പൊസിഷനുകൾ നൽകും. പ്രൊമോഷനുകൾ കിട്ടും. ടെക്നിക്കൽ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രയോജനം.
തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് 6-ലെ രവി ഉയർന്ന പദവിയിലുള്ള ജോലികൾ നൽകും. വിദേശത്തുള്ളവർക്ക് ജോലി അവസരങ്ങൾ കൂടും. 7-ാം ഭാവാധിപൻ 7-ൽ തന്നെയാണ് നിൽക്കുന്നത്. ബിസിനസ്സുകാർക്ക് ഇത് വളരെ മെച്ചമായ സമയമാണ്. പാർട്ട്ണർഷിപ്പ് ജോലി ചെയ്യുന്നവർക്ക് അത്ര നല്ല സമയമല്ല. തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പൊതുവെ കർമ്മരംഗം മെച്ചമാണ്, പക്ഷേ ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇനി ദാമ്പത്യത്തിലേക്ക് കിടക്കുക. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 7-ാം ഭാവാധിപൻ 6-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓഗസ്റ്റ് 16-ന് രവി 7-ാം ഭാവത്തിലേക്ക് സ്വന്തം രാശിയിലേക്ക് സഞ്ചരിക്കും. ജന്മത്തിലേക്ക് ബുധനും ശുക്രനും വീക്ഷിക്കുന്നു. 4-ൽ ഗുരുമംഗളയോഗം. കുടുംബജീവിതം പൊതുവേ നല്ലതായിരിക്കും എന്ന് പറയാം. 7-ലെ ബുധൻ വക്രാവസ്ഥയിലായതുകൊണ്ട് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. മാത്രമല്ല വക്രശനി 7-ലേക്ക് വീക്ഷിക്കുന്നു. 7-ൽ മന്ദൻ വീക്ഷിക്കുന്നതുകൊണ്ട് വിവാഹ ആലോചനകൾക്ക് തടസ്സം ഉണ്ടാകും. ശുക്രനും ബുധനും ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രണയിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല. ഇനി അവരുടെ വരുമാനത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. 2ഉം 11ഉം ഭാവാധിപൻ ഗുരുവാണ്. 2-ൽ രാഹു. ഗുരു 4-ാം ഭാവത്തിൽ മംഗളയോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. രവി, ഗുരു ഇവർ 12-ൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ചിലവ് വരും. ഗുരുവിൻ്റെ 12-ലെ ദൃഷ്ടി വീട് പണിക്കോ വിവാഹത്തിനോ മറ്റോ പണച്ചെലവ് വരും. രവിയുടെ 12-ലെ ദൃഷ്ടി ആസ്പത്രി ചിലവുകൾക്ക് പണം ചെലവാക്കേണ്ടി വരും. പൊതുവെ ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ദേവീ ക്ഷേത്രത്തിൽ ദർശനവും ശനീശ്വരൻ്റെ ഇഷ്ട വഴിപാടുകളും നടത്തുക. ഇനി മീനക്കൂറിനെ പറ്റി സംസാരിക്കാം. പൂരിട്ടാതി കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ മീനക്കൂറ്. മീനക്കൂറിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ആദ്യം ചിന്തിക്കാം. ജന്മരാശ്യാധിപനായ ഗുരു 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജന്മത്തിൽ രാഹു ചെറിയ അസുഖങ്ങൾ ഉണ്ടാക്കും. 12-ൽ വക്രാവസ്ഥയിൽ നിൽക്കുന്ന ശനിയാണ്. ദൂരയാത്രകളും ക്ഷീണവും ഉണ്ടാക്കും. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. നടുവേദന, മുട്ടുവേദന തുടങ്ങിയവ ഉണ്ടാകും. വലിയ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കാം. 5-ാം ഭാവത്തിൽ രവി സ്ഥിതി ചെയ്യുന്നു. ഓഗസ്റ്റ് 16-ന് ശേഷം 6-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. വിദ്യാർത്ഥികൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. മത്സര പരീക്ഷകൾ വൻ വിജയമുണ്ടാകും. 3-ാം ഭാവത്തിലെ ഗുരുമംഗളയോഗം കുട്ടികൾക്ക് പഠനത്തിന് നല്ല എൻകറേജ്മെൻറ്റ് കൊടുക്കും. കാരണം 10ഉം 9ഉം ഭാവാധിപന്മാരുടെ യോഗമാണ് നടക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ പഠനം വളരെ നല്ല നിലയിലേക്കാകും. ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം. ഭാഗ്യാധിപനായ ചൊവ്വ കർമ്മഭാവാധിപനായ ഗുരുവിനോട് യോഗം ചെയ്ത് 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 3-ാം ഭാവം ചൊവ്വയ്ക്ക് വളരെ നല്ല ഭാവമാണ്. ധനലാഭവും തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകുന്നു. ശത്രുക്കളുടെ പരാജയം സംഭവിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയമായിരിക്കും. ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കുന്ന സമയമാണ്. ധനഭാവാധിപനായ ചൊവ്വയുടെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് ലഭിക്കും. കർമ്മസ്ഥാനാധിപനായ ഗുരുവിൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനത്തിൽ ലഭിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് കരിയർ വളരെ മെച്ചപ്പെടും. ഇനി ബിസിനസ്സുകാരെ പറ്റി പറയാം. 7-ാം ഭാവാധിപനായ ബുധൻ വക്രാവസ്ഥയിലാണ്. വിചാരിക്കുന്ന വരുമാനം കിട്ടാൻ പ്രയാസമാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്കുണ്ട്. അത് നല്ല ഫലങ്ങൾ ബിസിനസ്സുകാർക്ക് കൊടുക്കും. ഇനി അടുത്തായിട്ട് ദാമ്പത്യമാണ്. ഇവരുടെ ദാമ്പത്യം എങ്ങനെയുണ്ടെന്ന്. 7-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു. 7-ാം ഭാവാധിപൻ 6-ൽ വക്രാവസ്ഥയിലാണ്. ഓഗസ്റ്റ് 16-ന് ശേഷം രവി 6-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. ശുക്രനുമായി യോഗം ചെയ്യും. ഇവയൊന്നും ദാമ്പത്യത്തിന് അത്ര സുഖകരമല്ല. 7-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമയം കടന്നുപോകും. ശത്രുതയും തെറ്റിദ്ധാരണയും മറ്റും ഇവർ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ധനസ്ഥിതി. 2-ാം ഭാവാധിപൻ ഗുരുവിനോട് യോഗം ചെയ്ത് 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരു 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ 12-ലെ ശനി വക്രാവസ്ഥയിലാണ്. ശുക്രനും ബുധനും ശനിയെ വീക്ഷിക്കുന്നു. ഇവയെല്ലാം ചിലവിനെ കാണിക്കുന്നു. അതുകൊണ്ട് ധനച്ചിലവ് ശ്രദ്ധിക്കണം. പൊതുവെ ഏപ്രിൽ മാസം മീനക്കൂറുകാർക്ക് വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല. ദോഷശാന്തിക്കായി മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച തോറും പാൽപ്പായസം നടത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.